കുംഭകോണം വരെ പോയി റവ ദോശ എങ്ങനെ കഴിക്കുമെന്ന് വിചാരിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയത്. സംഭവം സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റി. അടിപൊളി ടേസ്റ്റുള്ള റവ ദോശ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കി. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുംഭകോണംകാരുണ്ടാക്കുന്ന അടിപൊളി ഉള്ളി ചട്നിയും കൂടി ഉണ്ടാക്കി നോക്കി. അതും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. രണ്ടും കൂടി നല്ല കോമ്പിനേഷൻ, അടാറ് രുചിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നമുക്ക് കഴിക്കാം. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. കുംഭകോണം റവ ദോശ ഉണ്ടാക്കാൻ റവയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് മെഷറിംഗ് കപ്പിലാണ് എല്ലാം എടുക്കുന്നത്. 1/4 കപ്പ് വറുത്ത റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ബൗളിലേക്ക് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2/4 കപ്പ് അളവിൽ മൈദ ചേർക്കുക. മെഷറിംഗ് കപ്പായി കപ്പോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എടുത്താൽ അതനുസരിച്ച് അളന്നാൽ മതി. ഇനി ഈ മെഷറിംഗ് കപ്പിൽ 3 കപ്പ് അരിപ്പൊടിയും കൂടി ചേർക്കാം. അപ്പം ഇടിയപ്പം ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതും ഈ കപ്പിൽ തന്നെ അളന്നാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 3 കപ്പ് അളവിൽ വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഈ മെഷറിംഗ് കപ്പിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാം. പൊടികളെല്ലാം നനഞ്ഞ് ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്കിത് നനച്ചെടുക്കണം. ഇപ്പം ഇത് കുറച്ച് കട്ടിയാണ്, അതുകൊണ്ട് ഈ കപ്പിൽ 2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. ഇപ്പം മൊത്തത്തിൽ 5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല കുഴമ്പ് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിൽ ചേർക്കുന്ന ചേരുവകളൊക്കെ വളരെ സിമ്പിളാണ്. നമ്മുടെ കൈകളിലുള്ള ചേരുവകളൊക്കെ തന്നെയാണ് ചേർക്കുന്നത്. ആദ്യം നമുക്ക് 2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ചെറിയ ജീരകം അളന്ന് വെച്ചിരുന്നതാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ചേർക്കാം. ഒരു വലിയ പച്ചമുളക് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർക്കാം. ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്താണ്, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇത് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഉണ്ടാകും. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വേപ്പില നല്ല നേരിയതായിട്ട് കട്ട് ചെയ്തതാണ്. കറിവേപ്പിലയാണ് കേട്ടോ, ആര്യവേപ്പില അല്ല. കറിക്കിടുന്ന വേപ്പില നേരിയതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് ചേർക്കുക. 1 ടേബിൾ സ്പൂണോളം ചേർക്കുക. പിന്നെ അതുപോലെ തന്നെ മല്ലിയിലയും പൊടിയായി അരിഞ്ഞ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചേർക്കുക. 1 ടേബിൾ സ്പൂൺ അളവിൽ പൊട്ടുകടല ചേർക്കുക. അതേ അളവിൽ തന്നെ നുറുക്കിയ കശുവണ്ടിയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. ഇനി ഇതിലേക്ക് ബാക്കി വെള്ളവും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഈ മെഷറിംഗ് കപ്പിൽ തന്നെ 5 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ 10 മെഷറിംഗ് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് കലക്കി നോക്കാം. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അത്രയും ലൂസായിട്ട് വേണം ഇത് കലക്കിയെടുക്കാൻ. ഇപ്പോൾ ഇത് കലക്കിയിട്ട് കുറച്ച് കട്ടി കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 11 കപ്പ് വെള്ളമാണ് ചേർത്തത് കേട്ടോ. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ദോശയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ചട്നി റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് പൊട്ടിക്കുക. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർക്കാം. 1/2 കപ്പ് അളവിൽ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. 10-12 വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഇനി ഒരു 3 വലിയ പച്ചമുളക്
രണ്ടായി കട്ട് ചെയ്തിട്ട് പൊളിച്ചിതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി മീഡിയം ഹീറ്റിൽ വഴറ്റി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് വരുന്ന സമയം വരെ വഴറ്റി കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പം ഉള്ളിയുടെ പുറമൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഒരു വലിയ തക്കാളി പൊടിയായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ എല്ലാം കൂടി മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് പോലെ ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം. പച്ചച്ചുവയൊക്കെ നന്നായിട്ട് മാറിയില്ലെങ്കിൽ തക്കാളിയുടെ പച്ചച്ചുവ വരുന്നത് ഈ ചട്നിക്ക് അത്ര നല്ലതല്ല. അപ്പം അതുകൊണ്ട് പച്ചച്ചുവയൊക്കെ മാറി നല്ലതുപോലെ തക്കാളി ഫ്രൈ ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ തക്കാളിയും നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം, കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. മല്ലിയിലേക്ക് നല്ലതുപോലെ ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. വാളംപുളി വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഈ പുളി ഇതിനകത്ത് കിടന്ന് നല്ലതുപോലെ ചൂടാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. പുളിവെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചേർക്കാം കേട്ടോ. അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പുളിക്കുള്ള വെള്ളം ചേർക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുത്ത് ചൂടാക്കുക. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ തേങ്ങ ചേർക്കാനായിട്ട്. തേങ്ങ ഒന്ന് ചൂടായാൽ മാത്രം മതി. അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ തേങ്ങ ചേർക്കാനായിട്ട്. ഇതിലേക്ക് ഇനി 2 പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 പിഞ്ച് മാത്രം ചേർത്താൽ മതി. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചട്നി അരക്കാനുള്ള മസാല നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഞാനിത് കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറിൽ പറ്റിയിരിക്കുന്ന അരപ്പ് കുറച്ച് വെള്ളത്തിൽ അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. ചട്നിക്ക് ലൂസ് എത്രമാത്രം വേണോ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം. ഇനി ഇത് ചൂടാക്കാനൊന്നും ഇല്ല കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് ഒന്ന് കാച്ചി ഒഴിക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ കടുക് വറുക്കുന്ന ചട്ടിയിൽ എണ്ണ ചൂടാക്കി ഉഴുന്ന് പരിപ്പ് പൊട്ടിച്ചെടുക്കാം. ഉഴുന്ന് പരിപ്പ് നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്നിയുടെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ചട്നിയാണ് കേട്ടോ. ഇത് നമുക്ക് സാധാരണ കഴിക്കുന്ന ഇഡ്ഡലിക്കും ദോശക്കും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. അടിപൊളി ചട്നിയാണ്. ഇനി നമ്മുടെ സ്പെഷ്യൽ റവ ദോശ തയ്യാറാക്കാം. അതിനുവേണ്ടി ദോശ തവ ചൂടാക്കി നനഞ്ഞ തുണി കൊണ്ട് നല്ലതുപോലെ തുടക്കുക. നന്നായിട്ട് പഴുപ്പിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നല്ല ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഈ ബാറ്റർ കോരി ഒഴിച്ചു കൊടുക്കുക. നീർദോശ ഒഴിക്കുന്നത് പോലെ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക. ഇനി മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് താഴെ ഭാഗം ഒന്ന് വിട്ട് വരുന്ന ഭാഗം വരെ ഫ്രൈ ചെയ്യുക. അതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. താഴത്തുനിന്ന് വിട്ട് പോരുമ്പോൾ നമ്മളൊന്ന് മറിച്ചിടുക. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് താഴത്തെ ഭാഗം ഒന്ന് ചൂടാക്കുക. അതിനുശേഷം തിരിച്ചിട്ട് നല്ലതുപോലെ ക്രിസ്പി ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യുക. ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവുകയും ചെയ്യും, ക്രിസ്പി ആകുകയുമില്ല. ലോ ഫ്ലെയിമിൽ 4-5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ മുകൾ ഭാഗമൊക്കെ ഫ്രൈ ആയി വരുന്നത് കാണാം. അപ്പോൾ താഴെ ഭാഗവും കറക്റ്റായിട്ടുണ്ടാവും.
ഇനി ഒരു ചട്ടുകം വെച്ച് ഇത് പൊക്കിയെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് ദോശയിരിക്കും. ആ പാകം വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ഒന്നാമത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. മടക്കാൻ പറ്റില്ല. നമുക്ക് മടക്കണമെങ്കിൽ നടുക്കൊരു എന്തെങ്കിലും സ്പൂണോ സ്പാച്ചിലോ വെച്ച് വേണമെങ്കിൽ മടക്കിയെടുക്കാം. നല്ല ക്രിസ്പി ദോശ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ക്രിസ്പി ദോശ കഴിക്കാനായിട്ട് നമുക്ക് കുംഭകോണം വരെ പോകണമെന്നില്ല. നമുക്ക് വീട്ടിൽ തന്നെ സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരിക്കൽ കഴിച്ചതിൻ്റെ രുചി അറിഞ്ഞാൽ നമ്മളിത് എപ്പോഴും ഉണ്ടാക്കും. ഉണ്ടാക്കാനായിട്ട് വലിയ പ്രയാസമില്ല. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്ത് മടക്കിയെടുക്കാം. ഇപ്പോൾ ക്രിസ്പി റവ ദോശ ഓരോന്നായി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അവസാനത്തെ ദോശയാണ് കേട്ടോ ഞാൻ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിതും പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടില്ലേ, മുകൾ ഭാഗമൊക്കെ ഇതുപോലെ ഫ്രൈ ആയി വരുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ സ്പൂണോ നടുവിൽ വെച്ചിട്ട് മടക്കിയെടുക്കാം. ഇത് എത്ര നേരം കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടിരിക്കും. പെട്ടെന്ന് ഇത് തണുത്തൊന്നും പോകുന്നില്ല. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള റവ ദോശ എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് സൂപ്പറായിട്ട് ഈ ക്രിസ്പി റവ ദോശ ഉണ്ടാക്കാം. അപ്പോൾ ക്രിസ്പി റവ ദോശ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഈ ചട്നിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ചട്നി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് സാധാരണ ഉണ്ടാക്കുന്ന ചട്നി പോലെയല്ല. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ്. ഈ ക്രിസ്പി ദോശ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ഇതുകൊണ്ടില്ല, നമുക്കിത് ഒടിച്ചെടുത്ത് കഴിക്കണം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും മടുപ്പ് തോന്നില്ല. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തിരക്കുള്ള ദിവസങ്ങളിലും ഇതുപോലെ വളരെ വേഗത്തിൽ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്